അറിയില്ല. തൊട്ടിൽ ഇങ്ങനെ ആട്ടുക കുട്ടിയെ. അതെ, ഒന്ന് നോക്കിയേ. നോക്കുമ്പോൾ വായ ഉണ്ട്, വായയിലൂടെ ഭക്ഷണം കഴിക്കാനാവില്ല. ഇവിടെ ഒരു പൈപ്പ് ഇട്ടിട്ടുള്ളത്, ട്യൂബിലൂടെ കഴിക്കുകയാണ്. കുട്ടിക്ക് അംഗവൈകല്യം, നിൽക്കാനും കഴിയില്ല. ഇങ്ങനെ എടുത്തിട്ട് കൊണ്ടുപോകണം. ചെറിയ കുട്ടിയല്ല. ആ കുട്ടിയെ കാണുമ്പോൾ നമ്മുടെ കുട്ടികളെ നോക്കിയിട്ട് നമ്മൾ ഉറക്കെ പറയണം, പറയും അൽഹംദുലില്ലാഹ് അല്ലേ? സംസാരിക്കാൻ കഴിയാത്ത, ഒരു ശബ്ദവും കേൾക്കാത്ത നാപ്പൊട്ടന്മാരായ, ചെവി കേൾക്കാത്ത മനുഷ്യന്മാരെ കാണുമ്പോൾ നാം പറയണം, പറയും അന്ന് പോരെന്ന് ഉറക്കെ പറയ് അൽഹംദുലില്ലാഹ് അല്ലേ? കൊറോണയിൽ എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിൽ മരിച്ചു പോയില്ലേ? നമ്മെ അല്ലാഹു തആല കൊറോണയെ അതിജീവിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും തന്നില്ലേ? അതിനുശേഷവും നാം കുറെ റബീഉൽ അവ്വൽ കഴിച്ചില്ലേ? നോമ്പിന് റമളാൻ മാസം നോമ്പ് നോറ്റില്ലേ? 2 പെരുന്നാളിന് പുതിയ ഡ്രസ്സ് അണിഞ്ഞ് പള്ളിയിൽ പോയില്ലേ? അല്ലാഹ് അനുവദിച്ചില്ലേ? അൽഹംദുലില്ലാഹ് പറ, അനുഗ്രഹിച്ചില്ലേ? ഉറക്കെ പറയ്, സന്തോഷിപ്പിച്ചില്ലേ? ഇടയ്ക്കിടെ ഞാൻ കാണാറുണ്ട് 2 കണ്ണില്ലാത്ത മനുഷ്യന്മാരെ. നിങ്ങളും കാണല്ലേ? കണ്ണില്ലാത്തവന് രാത്രിയില്ല, കണ്ണില്ലാത്തവന് പകലില്ല, കണ്ണില്ലാത്തവന് രാത്രിയിൽ കരണ്ട് പോയാൽ അറിയില്ല അല്ലേ? സുബ്ഹാനല്ലാഹ്, കണ്ണില്ലാത്തവന് ഭാര്യയുടെ സൗന്ദര്യം അറിയില്ല, മക്കളെ മൊഞ്ചറിയിൽ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞോണ്ടിരിക്കേ. മക്കളെ മൊഞ്ചറിയില്ല, ഉപ്പയുടെ കോലമറിയില്ല, ഉമ്മ എങ്ങനെയെന്നറിയില്ല. ഗൾഫിൽ നിന്നൊരാൾ നാട്ടിലേക്ക് വരുമ്പോൾ എന്താ പറയാറ്? നമ്മളൊക്കെ ഗൾഫിൽ പോയി നാട്ടിലേക്ക് വരുമ്പോ എന്താ പറയല്? ഉമ്മാനെ ഉപ്പാനെ പറ, ബാക്കി പറയ്. തൊടാൻ പോകുന്ന പറയല്, കാണാൻ പോകുന്നതല്ലേ? കണ്ണില്ലാത്തവന് ഉപ്പയെ കാണാൻ കഴിയില്ല. പറഞ്ഞോ അൽഹംദുലില്ലാഹ്. ഉപ്പയെ കാണാൻ കഴിയില്ല, ഉമ്മയെ നമ്മളെന്താ പറയല്? ഓളും കുട്ടികളിലുണ്ട്. കുറെ മേക്കാലത്ത് പോയിട്ട് ഒരാഴ്ച നിന്നു ആശുപത്രിയിൽ. ഇനി നാട്ടിൽ പോട്ട് ഓളെയും കുട്ടികളെല്ലാം കണ്ടിട്ട് സന്തോഷിച്ച് വരട്ട് നല്ല പറയാ. അൽഹംദുലില്ലാഹ്. കണ്ണില്ലാത്തവന് ഓളെ കാണാൻ ആദ്യ രാത്രിയിൽ സൗന്ദര്യമുള്ളൊരു പെണ്ണുമായുള്ള സംലയനത്തിനല്ലേ ആഗ്രഹിക്കുന്നത്? പെണ്ണ് കാണാൻ പോയിട്ട് ഇഷ്ടപ്പെട്ടാലല്ലേ കല്യാണം കഴിക്കാറ്? സുബ്ഹാനല്ലാഹ്. കണ്ണ് കാണാത്തവന് അല്ലേ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയില്ല. റബ്ബ് എല്ലാ നിഅമത്തും തന്നില്ലേ? നമ്മളെ ആദ്യം സ്നേഹിക്കേണ്ടതാരെയാണ്? പറയ് അല്ലാഹ്. ഒന്ന് എൻ്റെ കൂടെ ഉറക്കെ പറഞ്ഞേ, ഇന്നീ ഉറക്കെ പറ, ഇന്നീ. ഈ ദിവസം മുതൽ അങ്ങോട്ട് അള്ളാഹിനോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണം. അത് ശംസുല്ലമ പറയലേ, അള്ളാന്ന് പറയൂല. ഹക്ക് എന്താ ശംസുല്ലമ പറയലേ? ഹക്ക് എന്ന് പറഞ്ഞു. ബാക്കി പറ, കേട്ട ആളുണ്ടാവില്ല കൂട്ടത്തില്. ശംസുല്ലമ എന്ന് പറയില്ല, അള്ളാഹു എന്ന് പറയില്ല, ഹക്ക് തആലാന്നേ പറയൂ. അങ്ങനെ പറയൂ. സൈനബ എന്ന് പേരിട്ട ഒരു പെണ്ണുങ്ങളെ ഇഷ്ടം കൊണ്ട് ഭർത്താവ് സൈന എന്ന് വിളിച്ചു. സൈന 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 എന്ന്. ഭർത്താവ് മരിച്ച ഖബറിന്റെ മുകളിൽ ഉസ്താദുമാരെല്ലാം പറയൂ, അത് നമ്മുടെ സൈന മുആജിന്റെ ഖബറല്ലെന്ന്. ആ മൂന്നാജി എന്ന പേര് മൂപ്പരെപ്പോഴും സൈന 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 സൈന. പള്ളിയുടെ പുറത്ത് വന്നിട്ട് എന്റെ സൈന, എന്റെ സൈന, എന്റെ സൈനബ അല്ലെ? അങ്ങനെയായി. ഇഷ്ടം കൂടി അങ്ങനെയാണ്. നമ്മളിപ്പോ ഈ റിഫായറാത്തിബിൽ അല്ലാ ഇല്ലാ ഉല്ലാ അല്ലാ ഇല്ലാ ഉല്ലാ ഹാ ഹീ ഹൂ ഹം ഹീ ഹും ഹാ സെൽഫി എടുത്ത് കേട്ടോട്ട് എന്നാ ഈ പറയുന്നവര് അവൻ അല്ലാ, ഇവൻ അല്ലാ. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ഇഷ്കങ്ങ മൂത്താൽ കൽബിൽ അല്ലാഹ് നിറഞ്ഞാൽ പിന്നെ ജലാലത്തിന്റെ ഇസ്മായ അല്ലാ എന്ന് മുഴുവൻ പറയില്ല. അത് ഹാ എന്നും ഹീ എന്നും ഹൂ ആയിട്ട് അങ്ങ് ചുരുങ്ങും. കേൾക്കണേ, നമ്മുടെ ഉള്ളിൽ അല്ലാഹ്നോട് മഹബത്ത് മൂത്താൽ, പിന്നെ അള്ളാഹിനോടുള്ള മഹബത്ത് മൂത്താലില്ലേ, ഒതു കൊടുക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. മടി ഉണ്ടാവില്ല. നിസ്കരിക്കാൻ നിന്നാല് ഈ വാല് കഴിഞ്ഞിട്ട് പൊരേ പോയിട്ട് നിങ്ങൾ കൈയോട്ടി നോക്കണം. അള്ളാഹിനോടുള്ള മഹബത്ത് കൽബിൽ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹിനെ ഒന്ന് എടുത്ത് നോക്കണം. എന്നിട്ട് കൈയ്യോട്ടാൻ വേണ്ടി നിൽക്കുക. നിസ്കരിച്ചിട്ട് മതിയാകൂല. 2 റക്അത്ത് കഴിയുമ്പോൾ 2 കഴിയുമ്പോൾ 2. ഒതിപകലിലൊക്കെയും നൽ നോമ്പതും പൂടിത്തേ ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊഴുതിടൈ സാദത്തേ. ഇത് വെറും നഫീസത്തുൽ മിസ്രിയ മാത്രമല്ല. ശംസുല്ലമ രാത്രിയാകുമ്പോ കുറെ ഉറങ്ങും, കുറച്ചു നേരം. ഫുൾ ഉറങ്ങൂല. സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് ഫുൾ ഉറങ്ങും. നമ്മളെപ്പോലെ രാത്രി, നമ്മളെപ്പോലെ പറയും. ഇപ്പോഴത്തെ നമ്മളെപ്പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി അങ്ങോട്ട് പിടിക്കും ഉറങ്ങാണ്ട്.
ഇങ്ങനെ മൊബൈലിൽ ചൊല്ലി ഒരു 12-12:30 1 മണിയാകുമ്പോൾ അങ്ങോട്ട് ഉറങ്ങി. സുബഹിക്ക് കുറച്ച് പേടിയുള്ള ആളൊക്കെ എഴുന്നേൽക്കും. ബാക്കിയുള്ളൊരു ടീം, അതിൽ 75-80 വയസ്സുള്ള ആളുണ്ട്, ഒരൊറ്റ ഉറക്ക്. രാവിലെ 8 മണി 8:30 മണി 9 മണി വരെ അങ്ങ് ഉറങ്ങി തീർക്കും. ഇപ്പോൾ ഒരു പുതിയ ജനറേഷൻ ഉണ്ട്, ഉച്ചക്ക് 12:30 മണി വരെ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാൽ, ഇങ്ങോട്ട് നോക്കല്ലേ, ഉറങ്ങിയിട്ട്. ഒരു ഏട്ടൻ മനുഷ്യനുണ്ട് കാസർഗോഡ്, താജു ഇന്ത്യ നാട്ടിലല്ലേ, കുറച്ച് ഇപ്പുറത്ത് ടൗണിൽ തന്നെ. അതിൻ്റെ ഒരു ഏട്ടൻ, മൂത്തേട്ടൻ, ഓൻ രാത്രി 2:30 എണീക്കും. അതുകൊണ്ട് എന്നോട് ഉസ്താദേ 2 എണ്ണം ഉറങ്ങി അത് രാവിലെ 9:30 10 11 2 ഓണം കുട്ടികളും ഉണ്ട് കള്ളന്മാർക്ക്. ഉറങ്ങിയിട്ടുള്ള കേലി ഒലിപ്പിച്ച് കക്കൂസ് ടാങ്കെന്ന് പോകുമ്പോൾ നാറിയിട്ട് ഓനെ തലക്ക് വെച്ച തലങ്ങണ്ട മുകളിൽ തല വെച്ച് അങ്ങനെ ഉണ്ടാവും. നമ്മൾ ശംസുല്ലമയുടെ കൂടെ നിൽക്കുകയാണെങ്കിലില്ലരാ ഉറങ്ങണമെന്നാൽ നമ്മൾ ശരിയാവില്ല. പകല് പണിക്കോണ്ടേ. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വേദന വരുമ്പോൾ ഞാൻ 2 ആളോട് പറയാണ്ട വേദന ഇങ്ങോട്ട് വന്നേ. കാസർഗോഡ് തന്നെ വണ്ടി കയറും, ഉടനെ അത്ര വരത്തരും. 2 ചെറുപ്പക്കാരാണ്. പിന്നെ ഈ വേദന കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ ഉറങ്ങാൻ പാടില്ല, അവിടെ പോയിട്ട് ആ തളങ്കര മക്കായും പോകാൻ പറയും. അവിടെ പോവാ മിണ്ടാതെ ഇങ്ങോട്ട് വന്നതാണ്. 3 ആള്. അതിൽ എടുത്ത ഫോൺ വിളിച്ചിരുന്നു, ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അങ്ങോട്ട് വിളിച്ച ഫോൺ എടുത്തില്ല. പിന്നെ കുറച്ച് ഇങ്ങോട്ട് വിളിച്ചു, ഞാൻ കൊടുത്തില്ല. ഉറങ്ങാത്ത കുട്ടികളുണ്ട് പിരാന്ത് പിടിച്ചിട്ട്. അങ്ങനെ ആകരുത്. ഓളെയും കുട്ടികളെ പറ്റൂല. ഇബിലീസ് എല്ലാറ്റിനും കൂടുമല്ലോ. നിസ്കരിക്കുന്നവരോട് ഇബിലീസ് കൂടിയിട്ട് സുബ്ഹാനല്ലാഹ് ഒതുകൊടുത്ത് ലാസ്റ്റ് എല്ലാം കൂടിയിട്ട് നിങ്ങൾക്കറിയില്ലേ, പിന്നെ സർവീസ് അതെ ആ കുളത്തിൽ കൊടുക്കുന്ന പിന്നെ നിങ്ങളെ എന്താ പെരുമ്പടപ്പുറപ്പുത്തമ്പള്ളി ഒരാളെയോ മറന്നുപോയാ മരിച്ചു പോയിരിക്കുന്നത്. ഒതുകൊടുത്ത് കുളിച്ച് അങ്ങനുണ്ട്. രാത്രി താഴ്ച നേരത്തെ നിന്നിട്ട്, കാരണം എനിക്ക് ജനാപത്തിൽ വിളിക്കണം. കുളിച്ച് വലിയ അശുദ്ധിക്ക് ഞാൻ ഉയർത്തുന്നു. ഇത് കാണുന്നില്ല ഈ ഉയരുന്നത്. പിന്നെ ഇവനിങ്ങനെ ഉയരട്ടെ വലിയ അശുദ്ധി ഉയരട്ടെ. എന്ത് ഉയരട്ടെ? ഇബ്ലീസ് അതിനും കൂടും, നന്നാകാനും പെടില്ലല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് ശംസുലുലമാ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയാലും ഉറങ്ങാറില്ല. സൈനുലുലമാ ചെറുശ്ശേരി ഉസ്താദ് ഈ സംബിയത്ത് നിന്ന് വേദ കഴിഞ്ഞ് നട്ടപ്പാതിര നേരത്ത് എൻ്റെ കൂടെ വണ്ടിയിൽ കയറി. എൻ്റെ വേദന ശേഷമായിരുന്നു മൂപ്പരെ കൂട്ടുപ്രാർത്ഥന. കാസർഗോഡ് ചീട്ട് മാലിക് ദിനാർ അക്കാദമിയിൽ രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. ഏകദേശം 2 മണിയായിട്ടുണ്ടാകും. എന്നാലും 4 മണിയായാൽ പിന്നെ സൈനുലുലമ ഉറങ്ങൂല്ല. അവർക്ക് അതിനോടുള്ള താല്പര്യം, ഈ അള്ളാഹിനോടുള്ള മഹബത്ത്. ഞാൻ പറഞ്ഞോട്ടെ, ആദ്യ രാത്രിയിൽ കടന്നപാട് ഉറങ്ങും ആരെങ്കിലും? കുറച്ച് മാനസിക രോഗമാണ് അല്ലെങ്കിൽ മന്ദബുദ്ധിയാണ്, വേവ് കുറവാണെങ്കിൽ ഉറങ്ങും. ആദ്യ രാത്രി റൂമിൽ കയറിയിട്ട് അല്ലാ ഇവള് ഇപ്പുറത്ത് പടച്ചോനെ ഉപ്പ എന്നെ ആർക്കാ കെട്ടിച്ചു തന്നിരിക്കുന്നത്, കയറുമ്പോൾ തന്നെ കളിക്കുന്നത് അറുത്തിട്ട പോത്തിന്റെ മതിലുള്ള ഒച്ചയാണ്. സൈലൻസർ ഒരു വെച്ച ബൈക്ക് പോകുമ്പോഴത്തെ ഒച്ച. ആദ്യം ഉറങ്ങുമായിരിക്കും. ആദ്യ രാത്രി ഒരു തളർന്നുറക്കുണ്ടല്ലേ, കടന്നുപാട് ഉറങ്ങുമോ? കേൾക്കണേ, പടച്ചറപ്പിനോട് ആത്മാർത്ഥമായ മഹബത്ത് കലിബിലങ്ങ് നിറഞ്ഞാൽ ഉറങ്ങൂല്ല, ഭക്ഷണം കഴിക്കൂല, ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ ഒന്നുമില്ല. അങ്ങനെ ഉണ്ടാകുക. ഞാൻ പറഞ്ഞോട്ടെ, ഈ ഉള്ളിൽ ഈ അല്പുരം മഹബത്ത് കയറിയില്ലേ, തീ ഇരിക്കുന്ന എല്ലാവരോടും പറയണം, അള്ളാഹിനോടൊരു മഹബത്ത്, പേടി വേണം. അതേ അളവില് അള്ളാഹിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയും വേണം. അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. മഹബത്തിന് പിന്നെ ഒരു ഓപ്പോസിറ്റ് ഇല്ല.